അപ്പൊ മോൾക്ക് അച്ഛനോടും മുത്തശ്ശിയോടും പറഞ്ഞുകൂടായിരുന്നോ? ആംബുലൻസില് ഇവിടെ കണ്ണന്റെ ബോഡി കൊണ്ടുവരുമ്പോ അത് കാണാൻ ഒരുങ്ങിയിരുന്നോളാൻ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മോളെ, ഇപ്പൊ നമ്മളെയൊക്കെ പോലെ തന്നെ കണ്ണനും മഹാലക്ഷ്മിയോ ഇപ്പൊ അച്ഛന്റെയും മുത്തശ്ശിയുടെ ഒക്കെ മനസ്സില്. അതുകൊണ്ടാ സ്വപ്നത്തിലും അല്ലാതെയൊക്കെ അവരെ കണ്ടതുപോലെയൊക്കെ തോന്നുന്നേ. ഒരുത്തിയാണെങ്കി ഇപ്പൊ കറങ്ങി നടക്കുവാ, ഭർത്താവ് വന്ന ശേഷേ അവനെ സൽക്കരിക്കാനായിട്ട്. ഇനി അവള് മടങ്ങി വരുന്നത് അവന്റെ ചലിക്കാത്ത ശരീരം കാണാനായിരിക്കും. സ്വത്തെല്ലാം അവളുടെ പേരിലായതുകൊണ്ട് ഇനി നമ്മളോട് ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ പറയുമെന്ന് അറിയില്ല. അങ്ങനെ പറഞ്ഞാലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങത്തില്ല മോളെ. കണ്ണനുമായിട്ട് എനിക്ക് ബന്ധമൊന്നും ഇല്ലാതെ ഉള്ളൂ. അവന്റെ അച്ഛനെ എന്റെ ഭർത്താവാ. അദ്ദേഹമാ എന്നെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചു കൊണ്ടുവന്നത്. എന്നിട്ട് പിന്നെ വെറും കൈയോടെ നമ്മളെല്ലാം ഇറക്കി വിടാൻ അവൾക്ക് പറ്റുമോ? എന്റെ മോളെ, അതൊന്നും നടക്കാത്ത കാര്യമാ. കണ്ണന്റെ ചടങ്ങുകളൊക്കെ നടന്നു കഴിഞ്ഞാലേ നമ്മള് പിന്നെ മഹാലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് സ്വത്തിന്റെ അവകാശം എല്ലാം തിരിച്ചെഴുതി വാങ്ങിക്കും. അതിനുവേണ്ടി ഇതിനകത്തവളെ പൂട്ടിയിടണമെങ്കിൽ അതും ചെയ്യും, ഉണ്ണിയും മേഘനും എല്ലാം കൂടെ. കണ്ണന് വയ്യാത്തതുകൊണ്ടേ അവന്റെ സ്വത്ത് ഒരുപാട് മോഹിച്ചതാ. അതങ്ങനെ അത്ര പെട്ടെന്നൊന്നും വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല മോളെ.